ഹായോ, ഇതോടെ ഇതിന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ്. ഇതിന് എനിക്ക് എത്രത്തോളം ഏണിങ്സ് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പം എൻ്റെ പ്രൊഫൈലാണ്, ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. ഇതിൻ്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോണസിൻ്റെ ഓപ്ഷനിൽ പോവാം. ബോണസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് പെർഫോമൻസ് ബോണസിൻ്റെ അതിൽ ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. സിഒയിൽ പോവാം. സിഒയിൽ പോയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഫോട്ടോസ് ഉണ്ടാവും. ഞാൻ ഇന്ന് രാവിലെ ഞാൻ പുഷ്പ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്തു തന്ന ആ പോസ്റ്ററിന് സൈഡിൽ വന്നിട്ട് അപ്പോൾ അതിനെ കിട്ടിയതെന്ന് $17. മീൻസ് 10-15 രൂപേൻ്റെ അടുത്തോളായി. ഇതിപ്പം ഡെയിലി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അതൊന്നല്ല, അതിലും ഇപ്പോൾ ടോപ്പായിട്ട് എനിക്ക് ഒരു ഫോട്ടോസിന് $40 വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ മാസത്തിൽ കണക്കാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ മാസത്തെ കണക്ക് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് $5.71. ഒരു സാധാ ഒരു സിമ്പിൾ ഒരു ഫോട്ടോ, ഒരു അവിൽ മിൽക്ക് കുടിക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് $5.71 കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫോട്ടോസ് ഇട്ടിട്ടും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം ഫേസ്ബുക്കിൽ. അതുപോലെ തന്നെ റീൽസ് ഇട്ടിട്ടും ഏണിങ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടും ഏണിങ്സ് ഉണ്ടാക്കാം. പിന്നെ സ്റ്റോറീസ് ഇട്ടിട്ടും ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഫോട്ടോസ് ഇട്ടത് കൊണ്ട് മാത്രമല്ല ഏണിങ്സ്, പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് ഫോട്ടോസിലും കിട്ടും. അതുപോലെ തന്നെ ലോങ് വീഡിയോക്കൊക്കെ വരുന്ന ലൈക്കിനും കമന്റിനൊക്കെ ആ പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഫേസ്ബുക്കിൽ. അപ്പൊ ഞാൻ ഇതിന്റെ ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പായിട്ട്. ആദ്യം ഒരു പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും, രണ്ടാമത് പിന്നെ മോണിറ്റൈസേഷൻ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ടൂൾസ് ആണ് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ടൂൾ ആയിട്ടുള്ളത്, അതൊക്കെ പരിചയപ്പെടുന്ന 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. അപ്പം പിന്നെ ഞാനിപ്പോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുക, ലോങ് വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ്, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രൊഫൈലാണ്. നിങ്ങൾ ഒരു സെപ്പറേറ്റ് പേജ് ആക്കുന്നതായിരിക്കും പിന്നെയും കൂടി കുറച്ച് ബെറ്റർ. അതാകുമ്പോൾ കുറച്ചും കൂടി പ്രൈവസി ആവും. പ്രൊഫൈലാകുമ്പോൾ സകല എല്ലാ ആൾക്കാരും ഇതിലുണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഫൈലുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ട് വരും. ഇനി പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 0 ഒന്നും തുടങ്ങേണ്ടതായിട്ട് വരും. ആ ഒരു പ്രശ്നമുണ്ട്. അതിന് മറിച്ച് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് സെപ്പറേറ്റ് ഒരു പേജ് ആക്കിയിട്ട് അതിൽ നിങ്ങളെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അപ്പോൾ ഇത് ഞാനിപ്പോൾ പേജിലേക്ക് പോയിട്ടുണ്ട്. പേജിൽ പോയിട്ട് ഇതിപ്പം പിന്നെ ഇതിന്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് റീൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് അവിടെ കാണൂല. അത് അവരെ പിന്നെ സെറ്റിംഗ്സിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവില്ല. ഇതിപ്പോൾ എനിക്കിതിവിടെ ക്രിയേറ്റ് റീൽ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. രണ്ടാമത് ഇവിടെ ഉണ്ട്, താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റീൽസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനിത് റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോസ് ഓപ്ഷനിൽ പോവാം. എന്നിട്ട് ആഡ് മ്യൂസിക്കിൽ പോയിട്ട് ഫേസ്ബുക്കിന് തന്നെ കോപ്പിറൈറ്റ് കിട്ടാതെ പിന്നെ മ്യൂസിക്സ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിപ്പം മ്യൂസിക് ഇപ്പോൾ സൗണ്ട് കുറച്ചിട്ടാണ്, സൗണ്ട് കൂട്ടി ഇനി നമുക്ക് അതിന്റെ പാട്ടിന്റെ സൗണ്ട് കുറക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ആക്കാം. നമ്മുടെ വോയിസ് കൂട്ടണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് തന്നെയുള്ളത്, കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പൊ ഇത് എക്കോന്റെ ആണ്, ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾ തൊടാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഇതില് പിന്നെ റീൽസിൽ അപ്ലോഡ് ചെയ്യേണ്ട രീതി, ഓഡിയോ സെറ്റ് ആക്കേണ്ട രീതി. ഇനി നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ടെക്സ്റ്റ് വെച്ച് കൊടുക്കാം. ഇതാ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വെക്കണമെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് ഈ പിന്നെ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ വേറെ ഫോണ്ട് ആക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ ഫോണ്ട് മാറ്റാം. ഈ രീതിയിലൊക്കെ ആക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെ ആക്കാം, ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇനി സൈഡിലൊക്കെ ആക്കണ സൈഡിലാക്കാം, ഇപ്പുറ സൈഡിലാണെങ്കിൽ ഇപ്പുറ സൈഡിലാക്കാം, സെൻട്രലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ കളർ മാറ്റാം. പച്ച, മഞ്ഞ, ചുവപ്പ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ അവിടെ വെച്ചിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ താഴെയുള്ളത് ഇത് ടെക്സ്റ്റായി. ഇനി ഇതിപ്പോൾ എഫക്ട്സ് നമ്മൾ സാധാ
ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഉള്ളതുപോലെ എഫക്ട്സ് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ. പിന്നെ നാലാമത്തുള്ളത് സ്റ്റിക്കേഴ്സ്. നമുക്ക് ഇതിൽ ഏത് സ്റ്റിക്കേഴ്സും നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. എന്താ ഈ സ്റ്റിക്കറെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. നേരെ ഒന്ന് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഇത് സേവ് ചെയ്യണമെങ്കിൽ ഇത് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈറ്റിൽ ഇട്ട് കൊടുക്കാം. ടൈറ്റിൽ വിത്ത് ഫ്രണ്ട്സ് ഇതിന്റെ എന്തെങ്കിലും ഹാഷ്, പിന്നെ നമുക്ക് ഇതായിട്ട് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ഹാഷ്ടാഗ് ആണ് റീൽസ് എന്നില്ല. റീൽസ്, ഫേസ്ബുക്കിന്റെ റീൽസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഫണ്ണി, പിന്നെ അതുപോലെ തന്നെ കോമഡി. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് ഈ ടോപ്പിക് ഏതാണെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ ഹാഷ്ടാഗും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് നിങ്ങളുടെ സൗകര്യം പോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് പിന്നെ ഇതുപോലെ ഇവിടെ ടിപ്സ് ഉണ്ട്. ഇതായിട്ട് ഇൻവിറ്റ് കൊലാബറേറ്റർ, നമ്മൾ ഒരു കൊലാബറേറ്ററായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി കുറച്ചും കൂടി വ്യൂസ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. പിന്നെ അതിന്റെ താഴെ ഉള്ളത് ഷെഡ്യൂൾ ഓപ്ഷൻ. നമുക്കിത് ഷെഡ്യൂള് നാളത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോ നാളത്തെ ഡേറ്റ് 6-ാം തീയതി ഡേറ്റ് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചിട്ട് നാളെ രാവിലെ 10 മണിക്കാണ് ആക്കുന്നുണ്ടെങ്കിൽ 10 മണിക്ക് 10 AM ആക്കിയിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ. അപ്പം അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഈ ആഡ് ആപ്പുകൾ നമ്മൾ എന്തെങ്കിലും പിന്നെ ഒരു ചെറിയൊരു ഗെയിമായിട്ട് ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ ഓപ്ഷനാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ആപ്പുകളിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കുക. അതിന് താഴെയുള്ള 2 കോളത്തിൽ ആൻസറും നമുക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടാഗ് പീപ്പിൾ, ഏതെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ലൊക്കേഷന്, നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ ലൊക്കേഷൻ ഇവിടെ പിന്നെ ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ആഡ് AI ലേബൽ, നമ്മൾ ഈ വീഡിയോസിൽ AI ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിട്ട് വെക്കണം. ഓക്കെ. നമ്മൾ ചെയ്തില്ലെങ്കിൽ ഓഫിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ആഡ് എ പ്ലേലിസ്റ്റ്, നമ്മൾ ഈ ഫേസ്ബുക്കിന് എന്തെങ്കിലും പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ ആഡ് എ പ്ലേലിസ്റ്റ് എന്ന് കാണിക്കുന്നത്. പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആവുന്നതായിരിക്കും. ടാഗ് എ ബിസിനസ് പാർട്ണർ, നമ്മൾ വേറൊരു ടീമുമായിട്ട് പിന്നെ ആഡ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നില്ലേ, അപ്പോൾ വേറൊരു ടീമായിട്ട് വേറൊരു പിന്നെ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ടാഗ് ബിസിനസ് പാർട്ണർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് പോവുക. എന്നിട്ട് അവരെ പേര് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അങ്ങനെ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ പിന്നെ ബൂസ്റ്റ് റീൽ, ഈ റീൽസ് ബൂസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എമൗണ്ട് കൊടുക്കണം. ഫേസ്ബുക്കിന് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബൂസ്റ്റ് റീൽസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും. എമൗണ്ട് കൊടുക്കേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. സാധാരണ ഇപ്പോൾ അത് ബൂസ്റ്റ് ഒന്നും ആരും ചെയ്യാൻ നിൽക്കില്ല, അപൂർവം ചില ആൾക്കാർ. ക്ലോസ്ഡ് ക്യാപ്ഷൻ, ഇതിനൊന്നും ആവശ്യം വരുന്നില്ല, ഇതൊക്കെ ഒഴിവാക്കിയേക്ക്. പിന്നെ അതുപോലെ തന്നെ സീമോർ എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോൾ ഏൺ മണി, നമുക്ക് പിന്നെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഏൺ മണീൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ എ ബി ടെസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 4 ഫ്രെയിമിലാക്കിയിട്ട് ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യും നമ്മുടെ വീഡിയോസ്, 4 തമ്പനയിൽ. അപ്പൊ അതിൽ ഏതിലാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത് ആ വീഡിയോ ഫേസ്ബുക്ക് പിന്നെ ഇംപ്രഷൻ കൊടുക്കും. ബാക്കിയുള്ള 3 വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. അങ്ങനെയുള്ള രീതിയാണ് ഈ AB ടെസ്റ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുക, ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ ഷെയർ എ ഗ്രൂപ്പ്, നമ്മൾ ഈ ഗ്രൂപ്പിലേക്കും ഇതിൽ ഓൾറെഡി നമ്മൾ പിന്നെ ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇനി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ആഡ് ടോപ്പിക്സ്, ഇത് മസ്റ്റാണ് കേട്ടോ, ഇത് എന്തായാലും കൊടുക്കണം. നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് അതിനാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കോമഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷനാണ്. അതിപ്പോ ഇവിടെ ഒരു കോമഡി അടിച്ചു കൊടുക്കണം. വെൽഫെയർ, ട്യൂട്ടോറിയൽ, റെസിപ്പി, മ്യൂസിക് വീഡിയോസ്, കോമഡി. ഇവിടെ കോമഡി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 ഓപ്ഷൻസ് നമുക്ക് ക്ലിക്ക് ചെയ്യാമാണെങ്കിൽ, ഇപ്പം എൻ്റെ ഇപ്പോൾ കോമഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമഡിയിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആക്കാം. സേവ് ആക്കിയതിനു ശേഷം ഈ ഡയറക്റ്റ് ഇവിടെ ഷെയർ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഷെയർ ആവുന്നതായിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിലെ റീൽസ് അപ്ലോഡ് ചെയ്യേണ്ട രീതി.
പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല, ഒരു സാധനം ഇതിലില്ല. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു സാധനമില്ല. അതെന്ന് പറയാം, നമ്മുടെ തമ്പനയിൽ സെറ്റാക്കാനുള്ള ഒരു ഓപ്ഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു റീൽസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിലൊരു ക്യൂരിയോസിറ്റി വരും, ഇത് എന്തോ കാര്യമുണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ക്യൂരിയോസിറ്റി വരും. അപ്പൊ അങ്ങനെയാണ് അതിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യാറ്. ഓക്കെ, ഇതിൽ പക്ഷെ ഫേസ്ബുക്കിൽ നിർഭാഗ്യവശാൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അത് നമ്മൾ എന്താക്കണം, ഈ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 3 ടോട്ടല് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിവിടെ ക്രോസ് പോസ്റ്റിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ട. ഈ ക്രോസ് പോസ്റ്റിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അവിടുന്ന് അക്കൗണ്ട് സെന്റർ, ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ട് പിന്നെ ഓപ്പൺ ആക്കിയ ഇൻസ്റ്റാഗ്രാമാണ്, അതുകൊണ്ടാണ് അവിടെ ഫസ്റ്റ് ഫേസ്ബുക്ക് കാണിച്ചത്. ഇതുണ്ടായി. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൻ എൻ്റെ ചാനലാണ് സാജിസ് ചാനലിന്റെ ഓപ്ഷന്. അപ്പൊ അവിടുന്ന് ഷെയർ ഫ്രം സാജിസ് ചാനൽ, ഷെയർ ടു ഫേസ്ബുക്ക്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ടാണ് എൻ്റെ റീൽസ് ഒക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാറ്. കാരണം വെച്ചാൽ ഈ ഒരൊറ്റൊരു കാരണം കൊണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് തമ്പനയിൽ പിന്നെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യാറ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ തമ്പനയിൽ വെച്ചിട്ട് ആ റീൽസ് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ആവും, ഫേസ്ബുക്കിലും അപ്ലോഡ് ആവും. മറ്റു ചാനലാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരും. ഇൻസ്റ്റാഗ്രാമിലും എല്ലാ ഓപ്ഷൻസും ഉണ്ട്, ഈ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന എല്ലാ ഓപ്ഷനും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടുത്തെ വീഡിയോസ് അവിടത്തേക്ക് ഫേസ്ബുക്കിൽ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ റീൽസിന്റെ വ്യൂസ് കിട്ടുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഈ ഇവിടുന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേസ്ബുക്കിലും റീൽസ് വ്യൂസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടായിരുന്നു. ഇതൊക്കെ എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ലോങ് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ റീൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ലോങ് വീഡിയോസ് ഇവിടെ ഇതിപ്പോ പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ താഴെ ഈ ഓപ്ഷനിൽ തന്നെ ഈ താഴെ കാണുന്ന ഈ പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും ഇവിടെ. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ വരും. നമുക്കിവിടെ ടൈറ്റിൽ പിന്നെ ടൈറ്റിൽ കൊടുക്കുക, പിന്നെ ഹാഷ്ടാഗ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹാഷ്ടാഗ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ ടിപ്സ് ഉണ്ട്. ഇവിടെ ടിപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിവിടെ പിന്നെ നമ്മളിപ്പോ ഇതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഹാപ്പി ആണോ അല്ലെങ്കിൽ സാഡ് ആണോ ഇമോഷണലാണോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷണൽ ഫീലിംഗ് നമ്മൾ അവിടെ കൊടുക്കണം എന്നാണ് അതായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ക്ലിക്ക് ചെയ്യാം. അപ്പൊ അവിടെ മുകളിൽ ഫീലിംഗ് ഹാപ്പി എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. നമ്മൾ അത് മസ്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ആഡ് ചെയ്യണം. ലൊക്കേഷൻ എവിടെയാണ്? കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ, കേരളത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കൊച്ചി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ നമ്മളെ വീഡിയോ ഷെയർ ആവുന്നതായിരിക്കും. എന്നിട്ട് അതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. അതേ ടൈറ്റിലും ഹാഷ്ടാഗ് എല്ലാം കൊടുക്കാനുണ്ട് കേട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഫോർ ഫണ്ണി എന്നുള്ള ടൈറ്റിൽ കൊടുത്ത് പിന്നെ കൊടുത്തതിന് ശേഷം നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുക. ഹാഷ്ടാഗ് കൊടുത്തിട്ട് പിന്നെ ഫണ്ണി എന്നുള്ളൊരു നമുക്ക് എന്തൊക്കെയാ ഹാഷ്ടാഗ് കൊടുക്കാൻ പറ്റുന്ന ആ ഹാഷ്ടാഗുകൾ കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ടൈറ്റിൽ, നല്ല രീതിയിൽ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ വീണ്ടും ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൊടുത്തതിന് ശേഷം ഹാഷ്ടാഗ് നിങ്ങൾക്ക് സൗകര്യം പോലെ കൊടുക്കുക. ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം. ആഡ് എ പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ലൊക്കേഷൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്, കൊച്ചി എന്ന് വെച്ചിട്ടുണ്ട്. എ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എ ആയിട്ട് അത് ഓൺ ആക്കി കൊടുക്കുക. പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ആക്കുക. ബൂസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റ് ആക്കുക. പിന്നെ ക്ലോസ്ഡ് ക്യാപ്ഷനിൽ അത് ഓൺലൈൻ തന്നെ ഉണ്ടാവും, അത് മെയിൻ ചെയ്യേണ്ട. പിന്നെ ഇൻവൈറ്റ് കൊലാബറേറ്റർ, ആരെങ്കിലായിട്ട് കൊലാബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഓൺ ആക്കി കൊടുക്കുക. ഷെയർ ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഷെയർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോസ് അതിവിടെ അപ്ലോഡായി വരുന്നതായിരിക്കും. അപ്പം ഇത് വലിയ റിസ്ക്കുള്ള പണിയൊന്നുമല്ല, യൂട്യൂബില് പോലെ വലിയ റിസ്ക്കുള്ള പണിയൊന്നുമല്ല. അപ്പൊ നല്ല രീതിയിൽ പെട്ടെന്ന് നിങ്ങൾ കണ്ടന്റ് പിന്നെ ഒരു
വൈറൽ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് വൈറൽ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീച്ച് ആയിട്ട് വരും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് റീൽസും അതുപോലെ തന്നെ ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യേണ്ട രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇനി അടുത്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഫോട്ടോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോട്ടോസ് ചെയ്യാൻ വേണ്ടി വലിയ പണിയൊന്നുമില്ല. അവിടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക, താഴെയുള്ള ഈ ഓപ്ഷനിൽ ഫോട്ടോസിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്യാപ്ഷൻ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ #ഇട്ട് കൊടുക്കുക. FB പോസ്റ്റ് 2024 പിന്നെ #, ഇത് പിന്നെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഹൗസിന്റെ #, ഇട്ട് കൊടുക്കുക. ഇനി 2-3 #, ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഫീലിംഗിന്റെ ഓപ്ഷനിൽ എന്തെങ്കിലും ഒരു ഇത് പിന്നെ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ലൊക്കേഷൻ വെച്ച് കൊടുക്കുക. ലൊക്കേഷൻ വെച്ചിട്ട് ഇതാ ലൊക്കേഷനും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസും അപ്ലോഡായി വന്നു. അപ്പം പിന്നെ സ്റ്റോറീസും അതുപോലെ വലിയ റിസ്ക്കുള്ള പണിയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയല്ലേ. ക്രിയേറ്റ് സ്റ്റോറിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് പിന്നെ വീഡിയോസ് സ്റ്റോറി ചെയ്യേണ്ടത്, ആ സ്റ്റോറി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പം യൂട്യൂബിനേക്കാളും എത്രയോ നല്ല രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഏർണിങ്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിലെ പോലെ ഒരു ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും മാത്രമല്ല, ഇതിൽ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഫേസ്ബുക്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും.